ശബരിമലയിൽ തീർത്ഥാടക പ്രവാഹം രാവിലെ നട തുറന്ന് മണിക്കൂറിൽ 3500-നും 4000-നും ഇടയിൽ തീർത്ഥാടകരാണ് ദർശനം നടത്തുന്നത്. വിവിധയിടങ്ങളിൽ കൂടുതൽ സുരക്ഷ ശക്തമാക്കാൻ ശബരിമല സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം പ്രത്യേക യോഗവും ചേർന്നിരുന്നു. ശബരിമലയിൽ നിന്നും KB ശ്യാമപ്രസാദ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ശബരിമല സന്നിധാനം ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ ഭക്തിയെന്ന സാന്ദ്രമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. തീർത്ഥാടകരുടെ നല്ലൊരു തിരക്ക് തന്നെയുണ്ട്. രാവിലെ മുതൽ തന്നെ ഈ മണിക്കൂറുകൾ പിന്നിടുമ്പോഴേക്കും 3500-നും 4000-നും ഇടയിൽ തന്നെ തീർത്ഥാടകരാണ് ഇപ്പോഴും സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നെയ്യഭിഷേക ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. നിലവിൽ ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുമുള്ള തീർത്ഥാടകരുടെ ഒരു വലിയൊരു സംഘം തന്നെ ഈ ദിവസങ്ങളിലെല്ലാം തന്നെ എത്തിത്തുടങ്ങുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായിരുന്ന ആ പ്രതികൂലമായൊരു കാലാവസ്ഥ മാറിയ സാഹചര്യത്തിലാണ് വീണ്ടും കൂടുതൽ തീർത്ഥാടകരുടെ ഒരു നിരക്ക് ഇങ്ങോട്ടേക്ക് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് അടക്കമുള്ളവരുടെ തീർത്ഥാടകരുടെ ഒരു നീണ്ട നിര വലിയ തോതിൽ തന്നെ സന്നിധാനത്ത് പ്രകടമാകുകയും ചെയ്യുന്നത്. എന്തായാലും നെയ്യഭിഷേക ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. ഈ മണിക്കൂറുകളിലെല്ലാം തന്നെ കൂടുതൽ തീർത്ഥാടകർ ഇനിയും വരും മണിക്കൂറുകളിൽ സന്നിധാനത്തേക്ക് എത്തി ദർശനം നടത്തും. രാവിലെ 7 മണി പിന്നിടുമ്പോൾ തന്നെ 20,777 തീർത്ഥാടകരാണ് പടി ചവിട്ടി ദർശനം നടത്തിയത്. എന്തായാലും കാനനപാത കൂടി തുറന്നതോടുകൂടി തന്നെ കൂടുതൽ തീർത്ഥാടകർ ഇങ്ങോട്ടേക്ക് എത്തും. വരും ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിനെ സംബന്ധിച്ചുള്ള കണക്കുകളെല്ലാം തന്നെ ദേവസ്വം ബോർഡ് പുറത്തുവിടുകയും ചെയ്യും. എന്തായാലും ഡിസംബർ 6 പ്രമാണിച്ച് കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്താനായി ഇന്നലെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നിരുന്നു. സ്പെഷ്യൽ ഓഫീസറുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. ദ്രുതകർമ്മ സേന അടക്കമുള്ള ദുരന്ത നിവാരണ സേനാംഗങ്ങൾ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ എല്ലാം തന്നെ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. എന്തായാലും ഈ ഭാഗങ്ങളിൽ ഡിസംബർ 6 മറ്റ് കൂടുതൽ ഏതൊക്കെ കേന്ദ്രങ്ങളിലാണ് കൂടുതൽ സുരക്ഷ ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള യോഗമായിരുന്നു പ്രധാനപ്പെട്ട ഈ യോഗത്തിലെ അജണ്ട. എന്തായാലും ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ കൂടുതൽ സുരക്ഷ ശക്തമാക്കിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. ഒപ്പം തന്നെ പരാതിരഹിത തീർത്ഥാടന കാലം കൂടിയാണ് ഈ ഒരു ദിനങ്ങൾ പിന്നിടുമ്പോഴേക്കും ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ദേവസ്വം ബോർഡിനും പോലീസിനും നന്ദി ആശ്വസിക്കാം. ഏതൊരു മണ്ഡലകാലത്തിനെ കൂടി മാതൃകയാക്കാവുന്ന ഒരു ദിനങ്ങൾ കൂടിയാണ് കടന്നു പോയത്. ഇതുമായി മുന്നോട്ട് പോയി ഈ ഒരു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ വരും കാലങ്ങളിലും ഒരു മികച്ച മാതൃകാ രീതിയിലുള്ള മണ്ഡലകാലത്തിന് ഈ ദിനങ്ങൾ സാക്ഷ്യം വഹിക്കാനായിട്ട് ഏറെക്കുറെ ദേവസ്വം ബോർഡിന് സാധിക്കുകയും ചെയ്യും.